ലോകകപ്പ് മത്സരങ്ങളുടെ ഹാഫ് ടൈമിൽ ബോറടിപ്പിക്കുന്ന മത്സര അവലോകനവും പരസ്യമൊക്കെ കണ്ടു മടുത്തോ? എങ്കിൽ യുഎസിൽ നടക്കുന്ന ലോകകപ്പിൽ കുറച്ച് വെറൈറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ലോകകപ്പ് മാച്ചിന്റെ ഫൈനലിൽ ഹാഫ് ടൈം ഇടവേളയിൽ വമ്പൻ സംഗീത പരിപാടികൾ നടക്കും. ലോക പ്രശസ്ത സംഗീതജ്ഞരായ മഡോണ, ഷക്കീറ, കൊറിയൻ പോപ്പ് സെൻസേഷൻ BTS ഒന്നിക്കുന്ന മെഗാ ഷോയാണ് ഫൈനൽ മത്സരത്തിന്റെ ഹാഫ് ടൈമിൽ അരങ്ങേറുക. ഇതിനായി 11 മിനിറ്റ് സമയം ഗ്രൗണ്ട് വിട്ടു നൽകും. ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു സംഭവം. യുഎസിൽ ഏറെ പ്രചാരമുള്ള NFL സൂപ്പർ ബോൾ മത്സരങ്ങൾക്കിടയിൽ 30 മിനിറ്റിന്റെ ഇടവേള ഉണ്ടാകാറുണ്ട്. ഗ്രൗണ്ടിലെത്തുന്ന കാഴ്ചക്കാരെ രസിപ്പിക്കാൻ വേണ്ടി ഈ സമയത്ത് ചില സംഗീത ഡാൻസ് പ്രോഗ്രാമുകൾ കൂടി ഉണ്ടാകാറുണ്ട്. സമാനമായ മാതൃക ലോകകപ്പിൽ അവതരിപ്പിക്കുന്നത് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയാണ്. എന്നാൽ ഫുട്ബോളിലേക്ക് വരുമ്പോൾ വെറും എന്റർടൈൻമെന്റ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ഫുട്ബോളിന്റെ പ്രചാരണത്തിനും വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനുമായി $100 മില്യൺ തുക കണ്ടെത്തുകയാണ് ലക്ഷ്യം. ഫിഫ ഗ്ലോബൽ സിറ്റിസൺ എഡ്യൂക്കേഷൻ ഫണ്ട് എന്നാണ് ഈ ഫണ്ട് റൈസർ പദ്ധതിയുടെ പേര്. ഒന്നിലധികം സൂപ്പർ ബോൾ ഹാഫ് ടൈം പ്രൊഡക്ഷനുകളുടെയും ലണ്ടനിൽ 2012 ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിന്റെയും പിന്നിലെ സർഗാത്മക ശക്തിയായ ഹാമിഷ് ഹാമിൽട്ടനാണ് ലോകകപ്പിലെയും ഇടവേളകളിലെ ഈ ഷോകൾ സംവിധാനം ചെയ്യുന്നത്. ഫിഫ പ്രസിഡന്റിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ഉത്തരവാദിത്തമുള്ള പദവിയിലിരിക്കുമ്പോൾ മാറ്റം കൊണ്ടുവരാനായി എനിക്ക് പരിശ്രമിക്കേണ്ടി വരും. എല്ലാവർക്കും ലോക ചാമ്പ്യൻ ആകാനാകില്ല, എന്നാൽ യഥാർത്ഥ വിദ്യാഭ്യാസം ലഭിച്ചാൽ എല്ലാവർക്കും ജീവിതത്തിൽ പുരോഗതി കൊണ്ടുവരാനാകും. അതേസമയം ഈ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാണ്. ഫിഫ ലോകകപ്പിനെ സംഗീത നിശയാക്കി മാറ്റുകയാണെന്നും ഇത് ആഘോഷം നടത്താൻ വേണ്ടി ഫുട്ബോൾ സംഘടിപ്പിച്ച പോലെ ആയെന്നും ആരാധകർ വിമർശിക്കുന്നു. ഫുട്ബോളിനിടയിൽ മറ്റുള്ള ഷോകൾക്ക് സ്ഥാനമില്ലെന്നും മത്സരത്തിന്റെ പിരിമുറുക്കം തന്നെയാണ് യഥാർത്ഥ ഷോ ആകേണ്ടതെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു.